ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ നോക്കുന്നത് 2021 പുറത്തിറങ്ങിയ 12 o'clock എന്ന് പറയുന്ന ഒരു മൂവിയാണ്. നായികന്റെ ശരീരത്തിൽ ഒരു സൈക്കോ കില്ലറിന്റെ ആത്മാവ് കയറുന്നു. അതിനുശേഷം നായികന്റെ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അയാൾ ചെയ്തു കൂട്ടുന്ന കുറേയധികം ക്രൈമുകളാണ് ഈ ഒരു മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ത്രില്ലർ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് വർക്കെല്ലാം കഴിഞ്ഞ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ റോട്ടി കൂടി വീട്ടിലേക്ക് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം റോട്ടിന്ന് എന്തൊക്കെ അമാനുഷികമായിട്ടുള്ള സൗണ്ടുകൾ അയാളെ കേൾക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ആകെ പാനിക്കാവുന്ന അയാള് പേടിച്ചു ഭയന്ന് അവിടെ ഓടി പോകാൻ ശ്രമിക്കുന്നു. ഈ സമയം എവിടുന്നോ ഒരു സ്ത്രീ അയാളുടെ അടുത്തേക്ക് വന്ന് ഒരു കത്തി വെച്ച് അയാളെ അവിടെ വെച്ച് കുത്തിക്കൊല്ലുവാണ്. പാതിരാത്രി ആ സമയമായതുകൊണ്ട് തന്നെ അവിടെ അടുത്തൊന്നും വേറെ ആൾക്കാരില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്രൈം ഒന്നും ആരും കാണുന്നില്ല. അടുത്ത ദിവസം ഈ വാർത്തയെല്ലാം നാട് മുഴുവൻ പരക്കുന്നു. അടുത്തിടെയായിട്ട് ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ആ സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതേപോലെയുള്ള ദുരൂഹമായ കൊലപാതകങ്ങൾ. പോലീസുകാരൊക്കെ അതുപോലുള്ള കേസുകൾക്ക് പറയുകയായിരുന്നു. എന്നാൽ അവർക്ക് ഇതുവരെ കില്ലർ ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഈ കേസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരുന്നത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനും അയാളുടെ ടീമുമായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനില് കോളേജ് സ്റ്റുഡന്റ് ആയ ഗൗരിനെ അവളുടെ വീട്ടിൽ കാണിക്കുവാണ്. ഇവളാണ് നമ്മുടെ മൂവിലെ നായിക. അവളുടെ വീട്ടിൽ അവളെ കൂടാതെ അച്ഛൻ, അമ്മ, മുത്തശ്ശി, അനിയൻ ഇത്ര ആൾക്കാരാണ് ഉള്ളത്. ഇപ്പൊ നേരം വെളുത്തതും ഗൗരിയാണെങ്കിൽ എഴുന്നേറ്റ് അവിടെയുള്ള കണ്ണാടിനെ മുമ്പിൽ ചെന്ന് നിന്ന് അവളുടെ മുഖത്തേക്ക് ഇങ്ങനെ വിചിത്രമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറെ നേരമായിട്ട് അവളിങ്ങനെ കണ്ണാടിനെ മുമ്പിൽ നിന്ന് അതിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടിട്ട് അവളുടെ അമ്മ അവളോട് പറയുന്നു, നീ ഇത് എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുക, നിനക്കിന്ന് ക്ലാസ്സില്ലേ, പോവാൻ നോക്കുന്നൊക്കെ. ഈ സമയം നായിക, അമ്മ ഇന്നലെ ഞാനൊരു ഞെട്ടിക്കുന്ന സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. സ്വപ്നമല്ലേ, അതൊക്കെ വിട്, എന്നിട്ട് നീ പോവാൻ നോക്കുന്ന അമ്മ വീണ്ടും പറയുന്നു. നായികന്റെ അച്ഛൻ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. അങ്ങനെ ഇപ്പൊ അയാൾ ജോലിക്കായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് കോളേജിലേക്ക് പോകാൻ വേണ്ടി നായികയും അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങുവാണ്. ഇവരുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്നത് ഒരു അങ്കിളായിരുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഇത് കാണുന്ന അങ്കിള് ഇവരോട് ഹായ് പറഞ്ഞിട്ട് നായികനോട് ചോദിക്കുവാണ്, ഇന്ന് നിനക്ക് ക്ലാസ് ഉണ്ടോ എന്ന്. എനിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നായിക അച്ഛനോടൊപ്പം അങ്ങനെ പോവുകയും ചെയ്യുന്നു. അങ്ങനെ കോളേജിലേക്ക് പോയി നമ്മുടെ നായിക ഈവനിങ് ക്ലാസ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വരുവാണ്. ഈ സമയത്തും അവിടെയായിട്ട് ആ അയൽവാസിയായ അങ്കിള് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നായകനെ കണ്ട അയാള് ഇപ്പോഴും നായകനോട് സംസാരിക്കാൻ പറ്റുന്നു. എന്നാൽ ഇപ്രാവശ്യം നമ്മുടെ നായികയാണെങ്കിൽ അയാളെ മൈൻഡ് പോലും ചെയ്യാതെ നേരെ അവളുടെ വീട്ടിലേക്ക് കയറി പോകുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയ നായികനോട് അമ്മ ചോദിക്കുന്നുണ്ട്, ഇന്നത്തെ നീ ലേറ്റ് ആയതെന്ന്. ഇന്ന് ക്ലാസ് കഴിയാൻ കുറച്ച് സമയം എടുത്തു, അതുകൊണ്ടാണെന്ന് നായകൻ പറയുന്നു. അങ്ങനെ ഇപ്പൊ റൂമിലേക്ക് ചെന്ന് നമ്മുടെ നായികയാണെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ ഇന്ന് രാവിലെ നിന്ന പോലെ അങ്ങനെ സ്റ്റണ്ണായി നിൽക്കുവാണ്. ഈ സമയം മുറിയുടെ അടുത്തേക്ക് വന്ന് നായികന്റെ അനിയൻ എന്തോ കാര്യം പറയാൻ വേണ്ടി നായികനെ വിളിക്കുന്നു. എന്നാവും വിളിക്കുന്നതൊന്നും നായിക കേൾക്കുന്നു കൂടിയില്ല. നായിക കണ്ണാടിയിലേക്ക് നോക്കി എന്തോ ആലോചനയിൽ മുഴുകി നിൽക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായി അന്ന് രാത്രി കാണിക്കുന്നു. ഇപ്പൊ നായികയുള്ള ഫാമിലിയും അങ്ങനെ എല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ടിവിയിൽ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നു. സിറ്റിയിലെ ഇപ്പൊ സ്ഥിരമായിട്ട് നടക്കുന്ന ആ കൊലപാതകങ്ങളെ പറ്റിയായിരുന്നു ആ ന്യൂസ്. ആ ക്രൈമുകളെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണെന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട്. അങ്ങനെ ടിവിയിൽ ന്യൂസ് വരുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന ഗൗരിയാണെങ്കിൽ സ്റ്റക്കായിരിക്കുന്ന പോലെ കുറെ നേരം അങ്ങനെ ഇരിക്കുന്നു. ഈ സമയം ഇത് ശ്രദ്ധിക്കുന്ന അവളുടെ അമ്മ, ഗൗരി നിനക്കെന്താ പറ്റിയെന്ന് ചോദിക്കുന്നു. അപ്പത്തേക്കും ഗൗരി, ഒന്നുമില്ല അമ്മ, ഞാൻ എക്സാമിനെ പറ്റി ആലോചിക്കുമായിരുന്നു എന്ന് പറയുന്നു. ആലോചിച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് പഠിക്കണം എന്ന് ഈ സമയം അമ്മ അവളോട് പറയുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അന്ന് രാത്രി ഒരു 12 മണി സമയം വീട്ടിൽ ബാക്കി എല്ലാവരും ഇറങ്ങി. ഈ സമയം നമ്മുടെ നായികയാണെങ്കിൽ എഴുന്നേറ്റ് മുറിയുടെ പുറത്തേക്ക് പോകുന്നു. അവൾക്ക് എന്തൊക്കെയോ ചേഞ്ചസ് ഉണ്ടാവുന്നു. കുറെ നേരം കഴിഞ്ഞ് ഹാളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങുന്നു. ഈ സൗണ്ടുകൾ കേൾക്കാൻ തുടങ്ങിയതോടെ റൂമിൽ ഇറങ്ങി കിടന്നിരുന്ന അമ്മയും അച്ഛനും എഴുന്നേറ്റ് ഹാളിലേക്ക് വരുവാണ്. അങ്ങനെ അവിടെ ഒന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു പെട്ടിക്കകത്ത് നിന്നാണ് സൗണ്ട് കേൾക്കുന്നത്. അങ്ങനെ ഇപ്പൊ നായികന്റെ പാരന്റ്സ് അത് തുറന്നു നോക്കുന്നു. ഈ സമയം അവർ കാണുന്ന കാഴ്ച എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ മകള്, അതായത് ഗൗരി, അതിനകത്ത് കയറി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല അവളെ കുടുകൂടാന്ന് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇത് കാണുന്ന പാരന്റ്സ് ആണെങ്കിൽ ആകെ ഷോക്കാവുന്നു. മോളെ ഗൗരി, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ അവർ ചോദിക്കുന്നു. അപ്പൊ നായികയാണെങ്കിൽ ഒന്നും പറയുന്നില്ല. അവരെ നോക്കി ഇങ്ങനെ കരയുവാണ്. അടുത്ത ദിവസം നായികന്റെ അച്ഛൻ അവരുടെ അയൽവാസിയായ അങ്കിളിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നു. അവൾക്ക് സെം എക്സാം ഒക്കെ അടുത്തു. അവൾ ഇതുപോലുള്ള പെരുമാറ്റമെല്ലാം അതിന്റെ ടെൻഷൻ കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെ അച്ഛൻ ഇപ്പം അയാളോട് പറയുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് ഗൗരിയുള്ള ബോയ് ഫ്രണ്ടിനോടൊപ്പം അവിടെ അടുത്തുള്ള ഒരു പുഴയരികിലേക്ക് വന്നിരിക്കുവാണ്. വെള്ളമൊക്കെ ഗൗരിക്ക് ഭയങ്കര പേടിയാണ്. ഈ കാര്യം അവള് ബോയ് ഫ്രണ്ടിനോട് പറയുന്ന സമയം, അയ്യേ വെള്ളം പേടിയാണെന്നോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പേടിയൊന്നും മാറ്റാം, നീ ഒരു കാര്യം ചെയ്യ്, ഈ പുഴയിലേക്ക് ഒന്ന് ഇറങ്ങ്, പേടിക്കണ്ട, മുങ്ങിപ്പോകാനുള്ള ആളൊന്നും ഇതിനില്ല. ഇത് കേൾക്കുന്ന ഗൗരി, അയ്യോ അത് വേണ്ടാന്ന് പറയുന്നു. നിന്റെ പേടി ഞാനിപ്പോ മാറ്റിത്തരാം, വെള്ളത്തിലേക്ക് ഇറങ്ങിയാലേ വെള്ളത്തിലുള്ള പേടി മാറുള്ളൂ. ഇങ്ങനെയും പറഞ്ഞ് ബോയ് ഫ്രണ്ട് അവളെ നിർബന്ധിക്കുന്നു. അങ്ങനെ നിർബന്ധിച്ച അയാള് അവളെ വെള്ളത്തിലേക്ക് ഇറക്കുവാണ്. അങ്ങനെ അവൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയതും ആ പുഴയിൽ നിന്ന് കുറെ കൈകൾ ഇങ്ങനെ പൊന്തി വരുന്ന പോലെ അവള് കാണാൻ തുടങ്ങുന്നു. അങ്ങനെ അവൾ ഇതെല്ലാം കണ്ട് ആകെ പാനിക്കായിട്ട് നിൽക്കുന്ന ആ സമയം ബോയ് ഫ്രണ്ട് ആണെങ്കിൽ ഇപ്പൊ എന്തായി, വെള്ളത്തിനോടുള്ളതിന്റെ പേടി പോയെന്നൊക്കെ ഇങ്ങനെ പുറകെ എന്ന് ചോദിക്കുന്നു. എന്ന് നമ്മുടെ നായികയാണെങ്കിൽ അതൊന്നും കേൾക്കുന്നില്ല. ഈ കൈകളെല്ലാം കണ്ട ആ ഒരു ഷോക്ക്നെസിന്റെ പുറത്താണ് അവള്. അങ്ങനെ അവള് പെട്ടെന്ന് തന്നെ തിരിച്ചു കരയിലേക്ക് കയറുന്നു. ഈ സമയം അവള് പുഴയിലെ കണ്ട ആ കൈകളല്ല അവള് കരയിലേക്ക് കയറിയതും താന്നു പോകുന്നതായിട്ട് കാണിക്കുവാണ്. ഈ സമയം ബോയ് ഫ്രണ്ട് നീ ഓക്കെ അല്ലേ എന്നൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട്. എന്ന് നമ്മുടെ നായികയ്ക്കാണെങ്കിൽ കൊടുക്കാൻ മറുപടി ഒന്നുമില്ല. അവളിപ്പോഴും ആകെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഗൗരി ആണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നു. അന്ന് രാത്രി 12 മണിയാവുന്ന സമയത്ത് അവൾ എഴുന്നേറ്റ് മിററിന്റെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ നിൽക്കുന്നു. ഇതേ സമയം തന്നെ ഗൗരിക്കാണെങ്കിൽ എന്തൊക്കെയോ ചേഞ്ചസ് ഇങ്ങനെ വന്നതായിട്ട് അവളുടെ വീട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അവൾക്കാണെങ്കിൽ പഴയ മിണ്ടാട്ടോ ചിരിയോ കളിയോ ഒന്നുമില്ല. അതുകൊണ്ട് വീട്ടുകാരെന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ അവളൊരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. എന്നിട്ട് അവളുടെ ഈ പ്രശ്നങ്ങളെല്ലാം വീട്ടുകാര് അയാളോട് പറയുന്നു. വീട്ടുകാരുടെ നായികന്റെ ഈ കാര്യങ്ങളെല്ലാം
പറയുമ്പോൾ അതെല്ലാം കേട്ട് അതിനൊരു സൊല്യൂഷൻ ആക്കി കൊടുക്കേണ്ട ഡോക്ടർ ആ സമയത്ത് അവിടെയുള്ള നേഴ്സിനെ നോക്കി വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് കറക്റ്റ് ഒരു പ്രതിവിധി ഒന്നും പറഞ്ഞു കൊടുക്കാതെ കറക്റ്റ് ആയിട്ടുള്ള മരുന്നൊന്നും കൊടുക്കാതെ എന്തൊക്കെയോ പറഞ്ഞ് എല്ലാം റെഡി ആയിക്കോളൂന്നും പറഞ്ഞ് കുറച്ച് ടാബ്ലറ്റ്സ് എഴുതി കൊടുത്ത് അയാൾ അവരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ മകളെയും കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ട് അച്ഛൻ നായകനോട് ചോദിക്കുന്നു, മോളെ ശരിക്കും നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും കാര്യങ്ങൾ നിനക്ക് ഞങ്ങളോട് പറയാനുണ്ടോ എന്ന്. ഇത് കേട്ടതും പെട്ടെന്ന് നമ്മുടെ നായിക കരയാൻ തുടങ്ങുന്നു. അപ്പൊ അച്ഛനാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കുകയാണ്. അതുപോലെ അന്ന് രാത്രി നമ്മുടെ നായികയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അനിയന്റെ മുറിയിൽ വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ ഇരുന്നാലറി വിളിക്കുവാണ്. അങ്ങനെ അവളുടെ കരച്ചിൽ കേട്ടിട്ട് പാരന്റ്സ് പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് ഓടി വരുന്നു. അങ്ങനെ ആകെ പേടിച്ച് ഭയന്ന് നിലത്തിരിക്കുന്ന അവളെ കണ്ടിട്ട് പാരന്റ്സ് ചോദിക്കുവാണ്, മോളെ ഗൗരി എന്താ പറ്റിയതെന്നൊക്കെ. ഈ സമയം അവൾ അച്ഛനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കതങ്ങ് പറയാൻ കഴിയുന്നില്ല. അടുത്ത ദിവസം അച്ഛൻ നായികനെയും കൊണ്ട് വീണ്ടും ആ സൈക്കോളജിസ്റ്റ് ഡോക്ടറെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് അയാളോട് ഇന്നലെ രാത്രി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ഇതെല്ലാം കേട്ട് അയാൾ ശരി അങ്ങനെയാണെങ്കിൽ അവൾക്കൊരു ഇഞ്ചക്ഷൻ കൊടുക്കാമെന്നും പറഞ്ഞ് അവളെ ഇഞ്ചക്ഷൻ മുറിയേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് അവളുടെ ശരീരത്ത് ഇഞ്ചക്ഷൻ കുത്തിവെക്കാൻ തുടങ്ങുന്ന സമയത്ത് നായിക അയാളോട് എന്റെ ശരീരത്ത് ഇഞ്ചക്ഷൻ കുത്തിവെക്കാനും മാത്രം നിനക്ക് ധൈര്യം ഉണ്ടോ എന്നൊക്കെ ഒരുമാതിരി ഭീഷണിപ്പെടുന്ന രീതിയിൽ ചോദിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഡോക്ടർ ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ആലോചിക്കുവാണ്. എന്നിട്ട് അയാളെ ഒന്നും കാര്യമാക്കാതെ അവളുടെ ശരീരത്തേക്ക് ആ ഇഞ്ചക്ഷൻ കുത്താൻ വരുമ്പോഴേക്കും അവൾ നിലവിളിക്കുന്നു. അങ്ങനെ അവളെ നിലവിളി കേട്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് അച്ഛൻ ഓടി വരുവാണ്. ഈ സമയം നായിക അച്ഛനോട് പറയുന്നു, അച്ഛൻ ഈ ഡോക്ടർ എന്നോട് മോശമായിട്ട് പെരുമാറാൻ തുടങ്ങിയെന്ന്, അതുകൊണ്ടാണ് ഞാൻ നിലവിളിച്ചതെന്ന്. ഇത് കേട്ടതും നായികന്റെ അച്ഛന് ദേഷ്യം വരുന്നു. നീക്കൊരു ഡോക്ടർ തന്നെയാണോടാന്ന് ചോദിച്ച് നായികന്റെ അച്ഛൻ ഈ സമയം അയാളെ തല്ലുന്നു. എന്നിട്ട് മകളെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് അയാൾ ഇറങ്ങി പോവുകയും ചെയ്യുവാണ്. ഈ സമയം ഡോക്ടർ ആണെങ്കിൽ സത്യാവസ്ഥ അച്ഛനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അയാൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത ദിവസം നമ്മുടെ നായികയാണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ബോയ് ഫ്രണ്ട് പറയുന്നു, നിനക്ക് ഒരുപാട് ചേഞ്ച് ആയിട്ടുണ്ട്, നീ ഇപ്പൊ പഴയ പോലെയല്ല. ഇത് കേൾക്കുന്ന ഗൗരി പക്ഷെ ചേഞ്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, എന്റെ ഉള്ളിൽ മറ്റാരോ കയറിയ പോലെ, ചില സമയത്ത് ഞാൻ ഓക്കെയാണ്, ചില സമയത്ത് ഞാൻ ഓക്കെ അല്ല. ഇത് കേട്ട അവളുടെ ബോയ് ഫ്രണ്ട് ആ പറഞ്ഞത് ശരിയാണെന്ന് പറയുന്ന സമയത്ത് നിനക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ, എന്തുപോലെ നിനക്ക് ഫീൽ ചെയ്തേന്ന് ചോദിക്കുന്നു. നിന്റെ ശരീരത്തിൽ ഒരു പ്രേതമുള്ള പോലെയാണെന്ന് ഈ സമയം ബോയ് ഫ്രണ്ട് പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് നായിക ചിരിക്കുന്നു. അപ്പൊ അവനും ചിരിക്കുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ നമ്മുടെ നായിക വീട്ടിലുള്ളതായിട്ടാണ് കാണിക്കുന്നത്. റൂമിലിരിക്കുന്ന അവളിപ്പം അമ്മേന്റെ പേര് വിളിച്ച് അമ്മേനോട് ചായ ആവശ്യപ്പെടുന്നു. നായിക ആദ്യമായിട്ടാണ് ഇങ്ങനെ ബഹുമാനമില്ലാത്ത രീതിയിൽ അമ്മയെ വിളിക്കുന്നതും ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും. ഇത് കേട്ടതും അമ്മയാകെ ഷോക്കാവുന്നു. അങ്ങനെ അമ്മ ഒന്ന് കാര്യം ചോദിക്കുന്ന സമയത്ത് അവൾ അമ്മേനോട് ദേഷ്യപ്പെടുവോ അമ്മേനെ വഴക്ക് പറയുകയോ ചെയ്യുവാണ്. കറക്റ്റ് ടൈമിന് ഇത് കേട്ടോണ്ട് അവളുടെ അച്ഛൻ അവിടേക്ക് വരുന്നു. അങ്ങനെ അച്ഛൻ അവളോട് മോളെ നീ എന്താ അമ്മേനോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അവളുടെ അടുത്ത് ഇരുന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ നായിക പെട്ടെന്ന് കോൺഷ്യസ് ആവുകയാണ്. അങ്ങനെ അവൾ ഈ രീതിക്ക് പെരുമാറിയതിന് ഇപ്പൊ പെട്ടെന്ന് മാപ്പം ചോദിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ നമ്മുടെ നായികന്റെ അച്ഛനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം, അതായത് നായികയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളും നായികന്റെ ഈ പെരുമാറ്റമല്ല അയൽവക്കക്കാരനായ അങ്കിളിനോട് പറയുന്നു. ഇതെല്ലാം കേൾക്കുന്ന അങ്കിൾ പറയാണ്, നീ പറയുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിന്റെ മകൾക്ക് പ്രേതബാധ കൂടിയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നീ ഒരു കാര്യം ചെയ്യും, മകളെ ഡോക്ടറെ കാണിക്കുന്നതിന് പകരം നല്ല വല്ല മന്ത്രവാദിയെയും അവളെ ഒന്നുകൊണ്ടേ കാണിക്കുക, അങ്ങനെയുള്ളവർക്ക് ഇതിലെന്തെങ്കിലും പ്രതിവിധി കണ്ടെത്താൻ കഴിയുള്ളൂ എന്ന് അയാൾ പറയുന്നു. അങ്ങനെ അങ്കിൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് നമ്മുടെ നായിക വരുവാണ്. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് വരുന്ന നമ്മുടെ നായിക ഈ സമയം അവിടെ വെച്ച് അയാളുമായിട്ട് വഴക്കാവുന്നു. താൻ എന്താണോ എന്റെ അച്ഛനോട് പറഞ്ഞത്, എന്നെ വല്ല മന്ത്രവാദിന്റെ അടുത്തുകൊണ്ട് കാണിക്കാനോ, ഇത്രയും നാളും എന്നെ ഒരു മോശമായിട്ടുള്ള കണ്ണിലൂടെയാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, എന്നാൽ ഞാൻ നിങ്ങളോട് കൊഞ്ചിക്കൊഴയാത്തതിന്റെ ദേഷ്യല്ലേ ഈ രീതിക്ക് താൻ വീട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൗരി ഈ രീതിക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്ന സമയം നായികന്റെ അച്ഛൻ ആ അങ്കിളിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് നായികനെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അടുത്ത സീനിൽ ആ അങ്കിൾ ആ ഒരു രീതിക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ അടുത്ത് തന്നെ ബാവ എന്ന് പറയുന്ന ഒരു മന്ത്രവാദിയുണ്ട്. അയാളുടെ അടുത്തേക്ക് നായികനെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് ബാവയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്റെ മകളുടെ ഈ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്തു തരണമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന ബാവ അവളുടെ അടുത്ത് എന്ന് അവളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിക്കുന്നു. നായികന്റെ ശരീരത്ത് ഇൻ കേസ് എന്തെങ്കിലും പ്രേതാത്മാവ് ഉണ്ടെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. എന്ന് നമ്മുടെ നായികയാണെങ്കിൽ അയാൾ ചോദിക്കുന്നതിനെല്ലാം വളരെ നോർമൽ ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നു. എന്നാൽ എത്രയൊക്കെ സംസാരിച്ചിട്ടും എത്രയൊക്കെ ആ രീതിക്ക് പെരുമാറിയിട്ടും നായികന്റെ ഉള്ളിലെ ആത്മാവാണെങ്കിൽ ഒട്ടും ട്രിഗർ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രേതാത്മാവിനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെരുപ്പെല്ലാം എടുത്ത് ഗൗരിനെ തല്ലാൻ തുടങ്ങുന്നു. ഈ സമയം നമ്മുടെ നായിക അച്ഛനെ രക്ഷിക്കച്ച, എന്നെ ഇയാളുടെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോവാച്ചാന്നും പറഞ്ഞ് കരയുവാണ്. ഇതെല്ലാം കാണുന്ന സമയത്ത് അവളുടെ അച്ഛനും അമ്മയ്ക്കും ആകെ സങ്കടം തോന്നുന്നു. അങ്ങനെ ഇപ്പൊ അവര് ഗൗരിനെ പിടിച്ചു മാറ്റുന്നു. എന്നിട്ട് ബാവയോട് നിങ്ങൾ എന്റെ മകളെ പരീക്ഷിച്ചത് മതി, ഇനി അവളോട് നിങ്ങൾ ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് ഞാൻ എന്റെ മകളെ കൂട്ടിക്കൊണ്ട് പോവാണെന്ന് പറഞ്ഞ് അയാൾ അവിടുന്ന് ഗൗരിനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു. ശരിക്കും ഈ ബാവ എന്ന് പറയുന്ന മന്ത്രവാദിക്ക് നല്ല പവർ ഉണ്ടായിരുന്നു. എന്ന് നായകന്റെ ശരീരത്തിലുള്ള ആത്മാവിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടും അതിന് സാധിക്കാതെ പോയത് എന്താണെന്നൊക്കെ ഈ സമയം അയാൾ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനിൽ നായകന്റെ നെയ്ബറായ അങ്കിളിനെ കാണിക്കുന്നു. തൊട്ട് മുമ്പത്തെ സീനിൽ നായക നാട്ടുകാരെ മുമ്പിൽ വെച്ച് അയാളുമായിട്ട് അത്രയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ അതിലൊരുപാട് നാണക്കേടായ അയാൾ ഇനി കുറച്ച് നാളത്തേക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട, ഒന്ന് മാറി നിൽക്കാന്ന് വിചാരിക്കുന്നു. അങ്ങനെ അയാൾ അവിടെ ഒരു ബസ് പിടിച്ച് ദൂരെ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിൽ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. നീ നാട് വിട്ടു പോയാ നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിച്ചോന്ന് ഈ സമയം ഗൗരി ചോദിക്കുന്ന പോലെ അയാൾ കേൾക്കുകയും ചെയ്യുവാണ്. അവളുടെ സൗണ്ട് കേട്ടതും അയാൾ പേടിച്ച് പുറയിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ അവിടെ ഗൗരി ഇല്ലായിരുന്നു. എന്നാലും അയാൾക്ക് മനസ്സിലായി എന്തോ ഒന്ന് സംഭവിക്കാൻ പോവാണെന്ന്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബസ് നിർത്തി അയാൾ അവിടെ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനു മുമ്പേ ആ ബസ്സിലെ ആൾക്കാരുടെ ഇടയിലുണ്ടായിരുന്ന ഒരു ചെറിയ പയ്യൻ അവിടേക്ക് എത്തി ആ അങ്കിളിനെ തള്ളി താഴേക്കിട്ട് കഴുത്തിരിച്ച് അയാളെ കൊല്ലുവാണ്. ഇതേസമയം ദിവസം കൂടുന്തോറും നായകന്റെ സിറ്റുവേഷൻ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് വീട്ടിലുള്ള നായകന്റെ മുത്തശ്ശിയും അനിയനും പേടിക്കണ്ടെന്ന് വിചാരിച്ച് അവരെ രണ്ടുപേരെയും ഇപ്പൊ നായകന്റെ പാരന്റ്സ് അവരുടെ മറ്റൊരു കുടുംബക്കാരന്റെ വീട്ടിലേക്ക് അയക്കുന്നു. അടുത്ത സീനിൽ നായകന്റെ ബോയ് ഫ്രണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലം കാണിക്കുവാണ്. അവനിപ്പം അവിടെ എന്തൊക്കെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ കറണ്ട്
പോകുന്നു. ഇതേ സമയം അവിടേക്ക് ഒരു അമാനുഷിക രൂപം വന്ന് നായികന്റെ ബോയ്ഫ്രണ്ടിനെ അവിടെ വെച്ച് കൊല്ലുവാണ്. അങ്ങനെ ആ സീനോട് കട്ടായ അടുത്ത സീനില് നായികന്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ഓഫീസ് കാണിക്കുന്നു. തന്റെ മകളുടെ അവസ്ഥ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുന്നത് അയാളെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു എംപ്ലോയിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ആ എംപ്ലോയി, എടോ ദീപു എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, താനൊരു കാര്യം ചെയ്ത് തന്റെ മകളെ അവിടേക്കൊന്ന് കൊണ്ടുപോയി അയാൾ എന്ന് കാട്ട്, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഈ സമയം അയാൾ പറയുന്നു. ഇത് കേൾക്കുന്ന നായികന്റെ അച്ഛൻ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച് അടുത്ത സീനിൽ നായികനെ കൊണ്ട് ദീപു എന്ന് പറയുന്ന ആ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ഇപ്പൊ അവിടെ എത്തിച്ച നായികനോട് ദീപു എന്ന് പറയുന്ന ഡോക്ടർ സംസാരിക്കുന്ന സമയത്ത് അവളുടെ ഉള്ളിലെ ആ മൾട്ടി പേഴ്സണാലിറ്റി എല്ലാം അയാൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ അവളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നായികന്റെ അച്ഛനോട് ഡോക്ടർ പറയുവാണ്, നിങ്ങളുടെ മകൾക്ക് സൈക്കോളജിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ പേടിക്കണ്ട, എല്ലാം നമുക്ക് റെഡിയാക്കാം. ഡോക്ടർ ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ധൈര്യം കൊടുക്കുന്ന സമയത്ത് നായികന്റെ അച്ഛൻ ഒരുപാട് സമാധാനമാവുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് അവർ വീട്ടിലിരിക്കുന്ന സമയത്ത് സിറ്റിയിൽ സെയിം പാറ്റേണിൽ കൊലപാതകങ്ങൾ വീണ്ടും നടക്കുന്നു എന്നുള്ള ആ ഒരു ന്യൂസ് വീണ്ടും ഇവർ കേൾക്കുവാണ്. ഈ സമയത്ത് ഗൗരി അവളെ പാരന്റ്സിനോട് പറയുന്നു, ഈ ക്രൈമുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗരിയാണെന്ന്. ഇതെല്ലാം കേട്ട് ആകെ ഷോക്കാവുന്ന പാരന്റ്സ്, മോളെ നീ എന്ത് പറയുന്നതെന്ന് ചോദിക്കുന്നു. അതെ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൗരിയാണ്, ഇനി ഇതുപോലുള്ള ഒരുപാട് ക്രൈമുകൾ ഗൗരി ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയും പാരന്റ്സിനോട് പറഞ്ഞിട്ട് അവളാണെങ്കിൽ മുറിയിലേക്ക് കയറി പോകുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി അടുത്ത സീനില് ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ഫ്രാൻസിസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ കാണിക്കുന്നു. നായികന്റെ അച്ഛൻ ഇപ്പൊ സ്റ്റേഷനിലുള്ള ആ ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടി അവിടേക്ക് എത്തിയിരിക്കുവാണ്. അങ്ങനെ നായികന്റെ അച്ഛൻ വന്ന് അയാളോട് പറയുന്നത് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായിക എന്ന് തുറന്നു പറഞ്ഞ കാര്യങ്ങളായിരുന്നു, അതായത് ആ ക്രൈമുകളെല്ലാം ചെയ്യുന്നത് നായികയാണെന്നുള്ള കാര്യം. എന്നാൽ നായികന്റെ അച്ഛൻ വന്ന് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഫ്രാൻസിസ് ആണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഈ കിളവിന് തലയ്ക്കെന്തോ സുഖമില്ലാന്ന് തോന്നുന്നു. പിടിച്ച് പുറത്താക്കാൻ ഈ സമയം കൂടെയുള്ള പോലീസുകാരനോട് അയാൾ പറയുന്നു. അങ്ങനെ പോലീസുകാർ അയാളെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നായികന്റെ അച്ഛൻ അയാൾക്ക് വിശ്വാസമാവുന്ന രീതിയിൽ കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ശ്രമിക്കുന്നു. ഇത് കേൾക്കുന്ന അയാൾ വിട് അയാളെ വിട്, എന്നിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാ ഇങ്ങനെ പറയുവാണ്. അങ്ങനെ ഇപ്പൊ പോലീസുകാർ അകത്തേക്ക് അയാളെ കൂട്ടിക്കൊണ്ടു വരുന്ന സമയത്ത് അയാൾ ഡീറ്റെയിൽ ആയിട്ട് നടന്ന കാര്യങ്ങളെല്ലാം ഫ്രാൻസിസിനോട് പറയാൻ തുടങ്ങുന്നു. അതിനുശേഷം അയാൾ ഫ്രാൻസിസിനെയും കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരുവാണ് ഗൗരിനെ കാട്ടിക്കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഫ്രാൻസിസ് ഗൗരിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് അയാളെ കണ്ടതും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുവായിരുന്ന ഗൗരി ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് വയലന്റ് ആവുന്നു. അങ്ങനെ അയാളെ നോക്കി ഗൗരി ഒരു പുരുഷന്റെ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താ സാറേ, എന്നെ ഓർമ്മയുണ്ടോ? 2 കൊല്ലം മുമ്പ് സാറാണ് എൻകൗണ്ടറിൽ എന്നെ കൊന്നത്, പേര് ബാബു എന്നും പറഞ്ഞ് അവള് ചിരിക്കാനും തുടങ്ങുന്നു. 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ സിറ്റിയില് ഒരുപാട് കൊലകൾ ചെയ്ത ഒരു സീരിയൽ കില്ലർ ആയിരുന്നു ഈ ബാബു. കോടതിയിലേക്ക് കൊണ്ടുപോയാ വലിയ ശിക്ഷയൊന്നും കോടതി കൊടുക്കില്ല, അല്ലെങ്കിൽ ഇയാൾ നൈസായിട്ട് ഊരിപ്പോരും. അത് മനസ്സിലാക്കിയ ഫ്രാൻസിസ് ഇനി ഇതുപോലെ ക്രൈമുകൾ ചെയ്യാൻ അവനെ വാക്കി വെച്ചുകൂടാന്നുള്ള രീതിയിൽ അവനെ എൻകൗണ്ടറിൽ തീർത്ത് കളഞ്ഞതായിരുന്നു. അങ്ങനെ ഇപ്പൊ ബാബുവിന്റെ ആത്മാവ് നായികന്റെ ശരീരത്തിലേക്ക് കയറി പ്രതികാരത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന സമയത്ത് ഫ്രാൻസിസ് ആകെ ഷോക്കാവുന്നു. അങ്ങനെ ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ നായിക അവളുടെ പാരന്റ്സിനോട് പറയുവാണ്, ഒരുപാട് ക്രൈമുകൾ ചെയ്ത ബാബുവിനെ ആ പോലീസുകാരൻ എൻകൗണ്ടറിലൂടെ തീർത്തതിന് ശേഷം ബാബുവിന്റെ ആത്മാവ് ഒരു ചാത്തന്റെ അടുത്തേക്കാണ് ചെന്നത്. അങ്ങനെ ആ ചാത്തനോട് ബാബുവിന്റെ ആത്മാവ് ഇന്ന പോലെ ഇയാളോട് പ്രതികാരം വീട്ടണം എന്നൊക്കെ പറയുന്ന സമയം ആ ചെകുത്താൻ ഇവളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഗൗരിന്റെ ശരീരത്തിലേക്ക് അവന്റെ ആത്മാവിന് കയറാൻ കഴിഞ്ഞത്. അങ്ങനെ ഇപ്പം പണ്ട് ചെയ്തുകൊണ്ടിരുന്ന പോലെ കൊലപാതകങ്ങളെല്ലാം ഇവളുടെ ബോഡിയിൽ നിന്ന് ചെയ്തുകൊണ്ട് പ്രതികാരം വീട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്ത് ആ ഒരു രീതിക്ക് ബാബുവിന്റെ ആത്മാവ് അങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ട് ഗൗരി ആണെങ്കിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സമയം ഇതെല്ലാം കണ്ട് പേടിച്ചു പോകുന്ന പാരന്റ്സ് ദീപു എന്ന് പറയുന്ന ഡോക്ടറെ വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ടെന്ന് പറഞ്ഞെന്ന് പറയുന്നു, മകളെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ ദീപു പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തുവാണ്. അങ്ങനെ അവളെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടുപോലെയല്ല, വളരെ ഭീകരമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഹൊററായിട്ട് അവൾ പെരുമാറുന്ന സമയം അയാളാകെ പേടിച്ചു പോകുന്നു. അങ്ങനെ അയാൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇതേസമയം നായികന്റെ വീട്ടിൽ നിന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പേടിച്ചു ഭയന്ന് പോയ ഫ്രാൻസിസ് ആണെങ്കിൽ അവിടുന്ന് നേരെ ചെല്ലുന്നത് അയാളുടെ സീനിയർ ഉദ്യോഗസ്ഥനെ കാണാൻ വേണ്ടിയായിരുന്നു. അന്ന് ആ സീനിയർ ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ബാബുവിനെ ഇയാൾ എൻകൗണ്ടർ ചെയ്തത്. അങ്ങനെ ഇപ്പൊ ഫ്രാൻസിസ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് ഇതെല്ലാം കേൾക്കുന്ന അയാളുടെ സീനിയർ ഉദ്യോഗസ്ഥൻ പറയുവാണ്, നമ്മൾ പോലീസുകാരല്ലേ, ഇതൊക്കെ കേട്ട് അതും വിശ്വസിച്ച് അങ്ങനെ പേടിക്കാൻ പാടുണ്ടോന്ന്. എന്നാൽ ഫ്രാൻസിസ് കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ സീനിയർ ഉദ്യോഗസ്ഥനാണെങ്കിൽ അതൊന്നും കേൾക്കാൻ കൂട്ടാകുന്നില്ല. ഈ കേസും കൂട്ടങ്ങളിലൊക്കെ പ്രഷർ കൊണ്ടാണ് നിനക്ക് ഇങ്ങനെല്ലാം തോന്നുന്നത്, ഒരു കാര്യം ചെയ്യ്, നീ 2 ദിവസം ലീവ് എടുക്ക്, എന്നിട്ട് വീട്ടിൽ പോയി നന്നായിട്ട് റിലാക്സ് ചെയ്ത് തിരിച്ചു വന്നാൽ മതി എന്നും പറഞ്ഞ് അയാളെ ഇപ്പൊ ലീവ് കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ അടുത്ത സീനില് ഫ്രാൻസിസ് നേരെ വീട്ടിലേക്ക് എത്തുവാണ്. വീട്ടിൽ അയാളും അയാളുടെ ഭാര്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരുടെ ദാമ്പത്യത്തില് കുറച്ചധികം പ്രശ്നങ്ങളുണ്ട്. പോലീസ് തന്നെ ഫ്രാൻസിസിന് മറ്റേതൊരു പെണ്ണുമായിട്ട് ഇല്ലീഗൽ അഫയർ ഉണ്ടെന്നാണ് ഭാര്യ വിശ്വസിക്കുന്നത്. ഇപ്പൊ വീട്ടിലേക്ക് എത്തിയ ഫ്രാൻസിസ് ആണെങ്കിൽ നായികന്റെ കാര്യം ആലോചിച്ച് ആകെ തലയ്ക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ അയാള് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഭാര്യ, നിങ്ങൾ ഏത് പെണ്ണിനെ പറ്റിയാണ് ആലോചിക്കുന്നത്, ഇങ്ങനെയെല്ലാം ചോദിച്ച് ഒരു കാര്യമില്ലാതെ അയാളുമായിട്ട് വഴക്കുണ്ടാക്കാൻ വരുന്നു. ആകെ പൊളിഞ്ഞിരിക്കുന്ന ഫ്രാൻസിസ് ഈ സമയത്ത് അവളോട് പ്രശ്നം ഉണ്ടാക്കുന്നു. അതിനൊടുവില് ആ ഭ്രാന്തമായ അവസ്ഥയിൽ അയാൾ അവളെ കഴുത്തി ഞെരിച്ച് അവിടെ വെച്ച് അവളെ കൊല്ലുവാണ്. അതിനുശേഷം അയാൾ തന്നെ അയാളുടെ ഗണ്ണെടുത്ത് സ്വയം തലയ്ക്ക് ഷൂട്ട് ചെയ്ത് മരിക്കുന്നു. അടുത്ത സീനിൽ ഈ കാര്യങ്ങളെല്ലാം അറിയുന്ന ഫ്രാൻസിസിന്റെ സീനിയർ ഉദ്യോഗസ്ഥൻ നേരെ ദീപു എന്ന് പറയുന്ന ഡോക്ടറെ വന്ന് കണ്ട് അന്ന് മരിക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് തന്നെ വന്ന് കണ്ടു പറഞ്ഞ കാര്യങ്ങളും ശേഷം വീട്ടിലേക്ക് എത്തിയിട്ട് അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. അന്ന് അയാൾ ആ കാര്യങ്ങളെല്ലാം ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ പിന്നീട് അയാൾക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ പറഞ്ഞതെല്ലാം സത്യമായിരുന്നു എന്ന്. അങ്ങനെ ആ സീനിയർ ഉദ്യോഗസ്ഥൻ അടുത്ത സീനില് ആ സൈക്കാട്രിസ്റ്റിനെ വിളിച്ചുകൊണ്ട് നായകനെ പോയി കാണുവാണ്. അങ്ങനെ നായകനോട് സംസാരിക്കുന്ന സമയത്ത് നായിക പറയുന്നു, അന്ന് അവളുടെ മരണത്തിന് കാരണം ഈ പോലീസ് തന്നെ കൂടിയാണല്ലോ, സോ ഇയാളോടും പ്രതികാരം വീട്ടുമെന്ന്, അതുപോലെ ഇനിയും കൊലപാതകങ്ങൾ ഒരുപാട് ചെയ്യുമെന്ന്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഷോക്കാവുന്ന അവർ രണ്ടുപേരും കൂടി അടുത്ത സീനിൽ നായികന്റെ അച്ഛനോട് സംസാരിക്കും.
സംസാരിക്കുന്നു. ഇവളെ എത്രയും വേഗം വല്ല മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടേ ആക്കണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവുന്ന അവർ പറയുന്ന സമയത്ത് അന്ന് ഇവർ പോയി കണ്ട ബാബ എന്ന് പറയുന്ന മന്ത്രവാദിനെ പറ്റി ഇപ്പൊ നായിക രചന ഷെയർ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയാളുടെ അടുത്ത് തന്നെ പോവാ. ഇങ്ങനെയും പറഞ്ഞുകൊണ്ട് അടുത്ത സീനിൽ അവർ 3 പേരും ബാബേനെ വന്ന് കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ബാബ പറയുവാണ്, അന്ന് ആ കുട്ടീനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അവൾക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. അതുകൊണ്ടാണ് ആ ഒരു രീതിക്ക് ഞാൻ അവളോട് പെരുമാറിയത്. എന്നാൽ അന്ന് അത് കാണാൻ കഴിയില്ല എന്നും പറഞ്ഞ് നിങ്ങൾ അവളെ വിളിച്ചുകൊണ്ട് പോയി. ഇപ്പൊ വീണ്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നു. ശരി, സഹായം ചോദിച്ചു വന്നതല്ലേ, ഞാൻ സഹായിക്കാമെന്നും പറഞ്ഞ് അയാൾ അതിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ബാബുവിന്റെ ആത്മാവ് അവിടേക്ക് എത്തി. അയാൾ ഇവരെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി അയാൾ ഒരുപാട് ഉപദ്രവിക്കുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ഇപ്പൊ ബാബു അയാളെ കൂടെ കൊല്ലുന്നതിന് മുമ്പ് അവരെല്ലാം അവിടെ വിട്ടിറങ്ങുവാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികന്റെ അമ്മ ടെൻഷൻ അടിച്ച് ഇവരോട് ചോദിക്കുവാണ്, ഇനി ബാബുവിന്റെ ആത്മാവിന്റെ കയ്യിൽ നിന്ന് എന്റെ മകളെ രക്ഷിക്കാൻ എന്താണ് ഒരു വഴിയെന്ന്. ഇതേസമയം ആ സീനിയർ ഉദ്യോഗസ്ഥനും സൈക്കാട്രിസ്റ്റും നായികന്റെ പാരന്റ്സിനോട് ഒരു കാര്യം പറയുന്നു. ഈ ഒരു കാര്യം കേട്ടതും നായികന്റെ പാരന്റ്സ് അത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുവാണ്. അത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ ജീവൻ മാത്രമല്ല നമ്മളെല്ലാവരുടെയും ജീവിതം ഇല്ലാതാവും. നമ്മുടെ മാത്രമാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ നാട്ടുകാരും മരിച്ചോണ്ടിരിക്കും. ഇതെല്ലാം കേൾക്കുന്ന നായികന്റെ പാരന്റ്സ് വേറെ നിവൃത്തിയില്ലാതെ അതിനൊക്കെ പറയുന്നു. അടുത്ത സീനിൽ അവര് വീട്ടിലേക്ക് എത്തിയിട്ട് നായികനോട് നോർമലായിട്ട് സംസാരിക്കുവാണ്. നായികനോടല്ല, അവളുടെ ശരീരത്തുള്ള ബാബുവിനോട്. അങ്ങനെ ഈ രീതിക്ക് അവളോട് സംസാരിച്ച് അവളെ ശ്രദ്ധ തിരിച്ച് ആ ഒരു ഗ്യാപ്പിന് ആ സീനിയർ ഉദ്യോഗസ്ഥനും സൈക്കാട്രിസ്റ്റും പറഞ്ഞു കൊടുത്ത കാര്യം ഇവിടെ ചെയ്യാൻ വേണ്ടിയാണ് പാരന്റ്സ് ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവര് പറഞ്ഞു കൊടുത്ത കാര്യം അവരവിടെ ചെയ്യുന്നു. എന്താണെന്നറിയാവോ, ഒരു ബക്കറ്റിലേക്ക് കുറെ മണ്ണെണ്ണ ഒഴിച്ച് അവര് ആ മണ്ണെണ്ണ നായകന്റെ തലയെ കൂടി ഒഴിക്കുന്നു. എന്നിട്ട് നായകന്റെ ശരീരത്തിലേക്ക് തീയിടുകയും ചെയ്യുന്നു. അങ്ങനെ നായകന്റെ ശരീരം കത്തിച്ച് അവർ ഓടിപ്പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ നായകന്റെ ശരീരം ആ ഒരു രീതിയിൽ കത്തി അമരുന്നതോടെ നായകന്റെ ശരീരത്തിലുണ്ടായിരുന്ന ബാബുവിന്റെ ആത്മാവും അവിടെ വിട്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, അവരുടെ ജീവന് വേണ്ടി നായകന്റെ അച്ഛൻ മകളുടെ ജീവിതം കൊണ്ട് ഈ രീതിക്ക് പ്രതിവിധി കണ്ടു. അങ്ങനെ എല്ലാത്തിനും ഒരു പരിഹാരമായെങ്കിലും നായകന്റെ പാരന്റ്സ് നായകനെ ആലോചിച്ച് ഇനി അവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടപ്പെടുമെന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ മച്ചാന്മാരെ, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ദെൻ സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു സോ മച്ച്.